الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسل إلى كافة الأنام بشيرا ونذيرا، ولكن أكثر الناس لا يعلمون. اللهم صل وسلم على رسولك محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس، أوصيكم عباد الله وإياي بتقوى الله. قال تعالى في قرآنه الحكيم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. وإذا فعلوا فاحشة قالوا وجدنا عليها آباءنا والله أمرنا بها. قل إن الله لا يأمر بالفحشاء أتقولون على الله ما لا تعلمون. صدق الله العلي المولانا العظيم. وقد قال رسول الله صلى الله عليه وسلم: اعبدوا الله فإنه يراك، وإن لم تكن ترى فإنه يراك. صدق رسوله الأمين. ബിർസത്തോ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളൊട്ടിಗೆ കൽപ്പിച്ചതനുസരിച്ച് ജീവനത്തെ ശുദ്ധീകരിക്കണം, നന്മ ചെയ്യാനുള്ള തൗഫീക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വസിയത്ത് നസീഹത്ത് എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രവും പരിശുദ്ധവും പാവനമായ ജുമായിൽ അവൻ്റെ കഴിഞ്ഞുപോയ സലഫുസ് സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ദുരിതവും കഷ്ടവും ബുദ്ധിമുട്ടുള്ള പല ആളുകൾ, അത്തരക്കാർക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു പരിഹരിച്ച് കൊടുക്കട്ടെ. ആ കൂട്ടത്തിൽ ഒരു 48 വയസ്സുകാരനായ ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ ക്യാൻസർ രോഗിയായി 4th സ്റ്റേജിലുള്ള ഒരു അവസ്ഥയിൽ അവസാനം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്കും ആരോഗ്യത്തെ പ്രദാനം ചെയ്യും. ഒരു ശിശു ബ്ലഡ് ക്യാൻസറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മപ്പക്ക് സബറും ആ കുഞ്ഞിനെ നോക്കുന്ന തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും. അതുപോലെ നമുക്ക് എല്ലാവരും പിടിയുള്ള KM ഹൈദർ ഉസ്താദ്, ഹസൻ ബാ സാഹിബ് കുതുറുൽ സുദീർഘമായ വർഷങ്ങളിൽ അറബിക് കോളേജിൽ അധ്യാപകരായി എല്ലാവരും വിശ്വത്തെ പറ്റെടുത്ത് പോലത്തെ ഒരു മനുഷ്യൻ.
അയാളും ഇന്നലെ ചാവും, കളഞ്ഞു പോയല്ല ബുധനാസ് ചാവും, അസ്തമിച്ച് വേദാസ് ചാവും, ഇന്തിഖാൽ മരണം. നല്ലൊരു മനുഷ്യൻ. അള്ളാഹു അയാൾക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അയാൾ ശിഷ്യന്മാരെ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലിക്കും പോലെ അള്ളാഹു അയാൾക്ക് നൽകട്ടെ. അതുപോലെ പല ആളുകൾ ഉമ്മ എരുമണ്ടായിരുന്നു, പല ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അള്ളാഹു മാത്രമേ സാധ്യം. അത് നമുക്കൊന്നുള്ളൂ. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ. ദുആ ചെന്നെങ്കിൽ അത് മുഅ്മിന്റെ ആയുധം പോലെ. അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ എന്താക്കുക, ദുആർക്കാണ്. പിന്നെ അവൻ്റെ മുഖദ്ദർ ഖളാ നമുക്ക് വിശ്വാസമുണ്ട്. അതുപോലെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നാളെ ഈ ജുമാക്ക് വന്നുപോയ പല ആളുകൾ മരണപ്പെട്ടു പോയ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഒരിക്കലും മറക്കുതീരാത്ത പല യാതനകൾ, നൊമ്പലങ്ങൾ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യട്ടെ. പ്രിയ സഹോദരങ്ങളെ, നരക്കര എന്നുള്ള ഒരു സബ്ജക്റ്റ് ഏതോ ഒരു ഓർഗനൈസേഷന്റെ പേരിലല്ല, അല്ല അങ്ങനല്ല. പിന്നെ അത് ഈമാന്റെ ഭാഗമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞവാറ് ഓർമ്മയാക്കിയ അറബി ഭാഷയിൽ നരക്കരെ നരഹോദിക്കുന്ന അറബി ഭാഷയിൽ ജീരാൻ ജീരാൻ, ഒരു ഭാഷയിൽ ജാർ, അഹ്സൻ ഇലാ ജിവാരിക്, അഹ്സൻ ഇലാ ജിവാരി മൻ ജാവർക്ക്, നിന്റെ ഉത്തരമുട്ട അവരെത്തി ഉള്ളാള് പ്രധാനത്തുണ്ട്. ഇബ്നു ഹിശാം എഴുതല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരു കുഞ്ഞി, ചിലപ്പോൾ 5 പ്രസവിക്കുന്ന ഓരോരു കുഞ്ഞിനെ ലോകത്തേക്ക് ഇങ്ങനെ കിടത്തുമ്പോൾ വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത കർമ്മങ്ങളിൽ ലോകത്തിന് വേണ്ടി മനുഷ്യരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഒന്നിച്ച് ഒരുപോലെ ജീവിക്കും, ഒരുപോലെ ഒന്നിക്കും. വ്യത്യസ്തമായ അകബന്ധങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യൂണിറ്റ് പോലെ എല്ലാവരും ഒന്നടങ്കമായി ജീവിച്ച് ആക ഞങ്ങളൊക്കെ പോലെ, ഈ ആക ഞങ്ങളൊക്കെ പോലെ. അവിടെ രോഗികളുണ്ടെങ്കിൽ അങ്ങ് വേണ്ടിയില്ലോ, ഇങ്ങനെ ഒരു ജിവാർ ചെന്നെങ്കിൽ അതൊക്കെ ചില അത്യാവശ്യമായ ചില ഉദാഹരണം നമുക്ക് ജിവാർക്ക് വേണ്ടി എടുക്കാം. പല കേട്ട് നിങ്ങൾ പറയത്തിലും പല ഹദീസുകളും നിങ്ങൾ കേട്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സൃഷ്ടിക്കുമ്പോൾ മനസ്സ് എന്നുള്ള ഒന്നുള്ളൂ. മനസ്സ് അറബി ഭാഷയിൽ നഫ്സ്, ونفس وما سواها فألهمها فجورها وتقواها. നഫ്സിൽ തന്നെയാണ് സത്യമായിട്ട് അല്ലാഹു ഓരോ നഫ്സിൽ വലിയ വാല്യൂബിളായ നഫ്സ്. നഫ്സിനെ കേന്ദ്രീകരിച്ച് നിപ്പാട്ടി അവന്റെ മേൽ സത്യ ചെയ്യുന്ന അല്ലാഹു. فألهمها فجورها وتقواها. അള്ളാഹു ആ നഫ്സുക്ക് നല്ല പെടുക്കിലെ ഒരു ഇൽഹാം, ഞാനോദയെ പോലെ ഒരു ഇൽഹാം കൊടുക്കുകയാണ്. ചില മനുഷ്യനെ വിളിച്ചു നോക്കുക, കള്ളുകൂടി വ്യഭിചാരത്തിൽ വിളിച്ച് ഒരിക്കലും അത് വല്ല ആലിമൈത്തൊന്നും വേണ്ടി വല്ല ആലിമൊന്നുമല്ല. കള്ളു അല്ല, നോമ്പുള്ള ചായ കുടിക്കൽ അതോ കള്ളു കുടിച്ച പോലെ രോഗികളുടെ വിഷയമല്ല, സീ കുടിച്ചാലുള്ള വിഷയമല്ല. നമുക്ക് അള്ളാഹു റിയായത്ത് കൊടുത്തു. ആരത് സൈക്കിൾ നേച്ചർ പ്രകൃതി എങ്ങനെ ബെടുക്ക് നല്ലരെ ആ ഇൽഹാം അള്ളാഹു നൽകുന്നത് ഓരോ തടിക്കുണ്ട്. ഏത് തടിയും തപ്പ് ചെയ്യുമ്പോ തപ്പ് ചെയ്യിൽ പിന്നെ അതല്ലേ ഒരു ഖുർആൻ ശരീഫിൽ ഖന്നാസ് എന്ന് പിശാചിനെ ഓർമ്മപ്പെടുത്തി അല്ലാഹു. ഖന്നാസ് ഖന്നാസ് തപ്പുക മനസ്സിനെ ബലിയാക്കി ദൂരെ നിന്ന് ചിരിക്കുന്ന ആളുകൾ ഖന്നാസ്. പിന്നെ അയാൾക്ക് തലകൈ വെച്ച് അത് ചെയ്യണമെന്ന എന്തൊരു സന്ദർഭം ചെയ്ഞ്ഞു പോയിട്ട് പത്തല പിടികഴിഞ്ഞു ആകെ ഓമാണ്. ഇത് ഖന്നാസ്.
അല്ലത് ഈ മനുഷ്യന്മാരുടെ നെഞ്ഞിൽ ഊതുരവുണ്ട്. അത് ആദം നബി അലൈഹിസ്സലാമിന് സ്വന്തം പുത്രന്മാരിൽ തുടങ്ങി ആഖിറ് വരെ പണ്ട് മനുഷ്യന്മാരുടെ തടിയിൽ ഓണ്ടേക്ക് ചലനം നടന്നുകൊണ്ടേക്കും. ശൈത്താനിയത്ത് അത് പ്രത്യേക റൂപ്പല്ല. അത് നിങ്ങൾ ചില കൺസെപ്റ്റുകൾ എത്തിക്കാം, നിങ്ങൾ ചില മോശപ്പെട്ട വിദ്യാഭ്യാസം എത്തിക്കാം, നിങ്ങളെ മോശപ്പെട്ട ചില പരിസര പ്രദേശത്തെ ചില സ്വഭാവങ്ങൾ എത്തിക്കാം. ഇന്നലെ ശൈത്താനി രണ്ട് കാലം അള്ളാഹു നിസ്കാര സഫല സമാക്കും. ഇടയ്ക്കൊന്ന് ചൊല്ലു, നിങ്ങൾ മനസ്സിലാക്കും. ഒരു ബടി നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ ആ ബടി പിടിച്ച് നെഞ്ഞി സമാക്കും. ഇങ്ങനെ അബൂദർദാജത്ത് അള്ളാഹുവിന്റെ റസൂൽ ബടി നേരുണ്ട് നോക്കലും നെഞ്ഞി നോക്കലും അത്ര ക്ലീൻ, എല്ലാ സത്യസാധിപ്പാണ്. ആ സഫു നാല് ആഖിറത്തിൽ മലായികത്തുകൾ വജാഹത്തിൽ മലക്കു വജാഹൽ മലക്കു സഫൻ സഫൻ ചൊല്ലുമ്പോൾ സഫ് അള്ളാഹുവിനെതിരെ സഫ് ഒരു പരിസ്ഥിതി. അപ്പോൾ പൽക്കുന്നുണ്ട് ഫസ്തഖീമു, എല്ലാവരും സമാവരും, വതറാസു, കാൽ മുട്ട വെക്കರು. ಏನು ಸಂದರ್ಭ ಫೈನ್ನ ಶೈತಾನ್ ಯಹುದು ಫರುಜಕು. ശൈത്താനിയെ ഫുൾജത്ത് ഗ്യാപ്പ് അവൻ കയ്യിലാക്ക. ഇങ്ങനെ ഒരാൾ ഓതോടെ പാത്തുണ്ട്, ഒരാൾ ഇങ്ങനെ ഓടെ ചന്ത ശൈത്താൻ കബ്സ. അപ്പൊ സഹാബികൾക്ക് ആ റസൂലല്ല അയാൾക്ക് മസ്തു എങ്ങനെ രൂപാന്തരയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ പഞ്ചേന്ദ്രിയത്തിൽ തൊട്ടു നോക്കലോ, മനസ്സ് നോക്കലോ, കണ്ണുകൊണ്ട് നോക്കലോ, ചെവി കൊണ്ട് നോക്കലോ, വാസിച്ച് നോക്കലോ ഇല്ലാത്ത ഒന്നും എങ്ങനെ അനുഭവപ്പെടുന്നത്? നിസ്കാരത്തിൽ, ഹറം പള്ളി, മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി ജന്തു വ്യത്യസ്തമായ ചിന്തകളെ അവൻ ഉൽപ്പന്ന ചെയ്യും. ആര്? പിശാച്. അതുപോലെ ജാഗനികോ എന്നല്ലാണ്ട് ഒരാൾ ഇതൊക്കെ തമാശാക്കി അവർക്ക് ഹദീസിന് വിശ്വാസം ഇല്ല. ശൈത്താൻ പറയുമ്പോൾ നിങ്ങൾ കാല് ചവിട്ടിയ പോലെ കേൾക്കില്ലേ? അല്ലെങ്കിൽ ശൈത്താൻ ബന്ധങ്ങൾ ഇത്ര റഷിൽ നിൽക്കുമ്പോൾ അതൊരു മോശപ്പെട്ട വിഷയം. ഷാനിയിൽ ഇടയ്ക്ക് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹ് യഖ്തലിഫു ഫീ ഖുലൂബിക്കും, ഖൽബുൽ മനസ്സിൽ അസമാധാനങ്ങളിട്ട് ഇങ്ങനെ കൈകെട്ടിയെങ്കിൽ ഇയാൾ നിസ്കാരമല്ല, ഇയാളെ ചിലപ്പോൾ ഔത്തായിട്ട് അയാൾ ഓഫീസിലേക്ക്, ചിലപ്പോൾ കാന്തിയായ റൂമിലേക്ക്, ചിലപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ നമാസ് എത്തിക്കും. അയാൾ വലദ്ദാലീൻ ആക്കിത്തില്ല. അത് മുതലേ ഇമാമോ അയാളെ ഫാത്തിഹയും സൂറത്ത് കളഞ്ഞിട്ട് കൊടുക്കൂല. അപ്പം ഇയാൾക്ക് ശ്രദ്ധ വേണ്ട ഫാത്തിഹത്ത്. ഇതെല്ലാം അയാൾ വേണ്ട. അയാൾ അവിടുന്ന് സ്റ്റാർട്ടാക്കും, മാത്രമല്ല ഒതുവിലെ സ്റ്റാർട്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ നേരേക്ക് നിൽക്കും. ഫൈന തസ്വിയത സുഫൂഫി മിൻ ഇത്മാമി സ്വലാത്ത്. നിസ്കാരത്തിൽ നിങ്ങളെ സഫ് സമാക്കൽ, അത് നിസ്കാരത്തെ മാർക്ക് 100 മാർക്ക് കിട്ടണമെങ്കിൽ സഫ് സമാവണം മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ ഇത് ഒരു വിഷയം. ഇതുപോലെ പിശാച് പല ജാഗയിൽ കൂടി വ്യത്യസ്തമായ ക്രമത്തിൽ മനുഷ്യരെ അടുക്കലേക്ക് വരും. അത് ഹറമോ അല്ലെ മുളങ്ങാടി അവിടെ ഇവിടെ വ്യത്യസ്തം. ഞാൻ അതിൽ പെട്ട ഒരു ആശൂടെ തോന്നി നീട്ടിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ മറക്കു വേറെ ജാഗിയെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ബനി ആദം, മനുഷ്യപുത്രന്മാരെ വിളിക്കുക. സൂറത്ത് അഹ്റാഫ്, യാ ബനി ആദം, ഓ ആദമര മക്കളെ എന്ന് വിളിക്കുക. എല്ലാവരും വിട്ടത് കാത് വേണോ, അത് ഗ്രഹിക്കോ ശക്തി വേണോ, അത് കൽബുണക്ക് ഇളിക്കണോ വിചാരിക്കുന്നത് എല്ലാവരും കേൾക്കുന്നത്. അത് ഇബ്ലാഹ് എത്തുപാട്ടി കൊടുക്കലല്ലോ. യാ ബനി ആദം ലാ യഫ്തിനന്നകുമു ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ശൈത്താൻ നിങ്ങളെ ഫിത്ന ആക്കാണ്ടിക്കട്ട്. ശൈത്താൻ നിങ്ങളെ ഫിത്ന ആക്കാണ്ടിക്കട്ട്. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. സ്വർഗത്തിൽ തൊട്ടു നിങ്ങളെ അപ്പ ഉമ്മനെ പുറത്താക്കിയ പോലെ ഫിത്നാക്കിയ പോലെ ചൊന്നില്ല അല്ലാഹു. അവന്റെ ഫിത്നത്തിൽ ആദം നബി അലൈഹി സ്വലാം നേടിയ വലിയൊരു ഹള്ളുണ്ട്.
ആദം നബി അലൈഹിസ്സലാം യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലാ മിൻഹാ റഗദാ ഹൈസു ശിതുമാ വലാ തഖറബാ ഹാദിഹി الشجറ ഫതകൂനാ മിനൽ ളാലിമീൻ. അതേ ജാഗയുടെ സ്വർഗ്ഗം, ഹവ്വയുടെ ജാഗയുടെ സ്വർഗ്ഗം. ശൈത്താൻ നിങ്ങളെ ബാധിക്കണമെങ്കിൽ ആ മർത്തരമൊട്ട് യഥേഷ്ടം മരമുണ്ട്, വേണ്ടത്ര ആസ്വദിച്ച് ജീവിക്കാം, വേണ്ടത്ര ജാഗയുള്ളൂ. ലാ തഖറബ ഹാദിഹി ഒരു ഇഷാരത്തൊക്കെ ഈ മർത്തരമുട്ടവനുണ്ട്. അത് അള്ളാന്റെ ഹുക്കും. നമുക്ക് ഹുക്കുമില്ലേ? കള്ളുകൂടി വേണ്ട, ബേജാറ വേണ്ട, ജുഗാരി വേണ്ട, ബിഡ് വേണ്ട, ആര് മനുഷ്യന്മാരെ പൈസത്തെ അപഹരിക്കണ്ട. ഇതെല്ലാം അള്ളാന്റെ ഹുക്കും. ഒരു ഹുക്കുമോ അവിടെ വേണ്ട. ഇപ്പറ ഭാഗത്തില് ഇബ്ലീസ് പണ്ടേ ആദം നബിയോട് കോമ്പറ്റീഷനിൽ പരാജയപ്പെട്ട് മർഗൂനായി ശപിക്കപ്പെട്ട ഒരാളെത്തുള്ള അതിന് കാരണം കൊണ്ടുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക്, ഈ ചിത്ര ലോകത്തേക്ക് മനസ്സിലാക്കിക്കോളും. നല്ലതും വെടുക്കുന്ന വ്യത്യസ്ത. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിൽക്കുമ്പോ ഇബ്ലീസിനും ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്വർഗത്തെ ഉള്ളങ്ങളെ മനുഷ്യനെ വെടുക്കാക്കുമ്പോഴത്തെ അവസ്ഥ അവന് കിട്ടി. അവൻ കുറെ ഫ്രീഡം കേട്ടിരുന്നു അവരുടെ. ആദം നബി അലൈഹിസ്സലാം ഒരു ശബ്ദം കേട്ടു. വഖാസഹുമാ ഇന്നീ ലകുമാ മിനൻ നാസിഹീൻ. നിങ്ങൾ ജന്താന റബ്ബ് തന്നെയാണ് സത്യം. നിങ്ങൾ വല്ലാഹി അല്ലാഹനെ ചൊല്ലില്ല, അല്ലാഹനെ നിങ്ങൾ ജണ്ടാലെ കൗത്താനെ ചൊല്ലില്ല. ഞങ്ങളുടെ ഭാഷ ശരിയ ഭാഷ അതുപോലെ ഇന്നീ ലകുമാ മിനൻ നാസിഹീൻ. നിങ്ങൾ ജണ്ടാൽക്ക് ഉറുത്തി ചൊല്ലുന്ന ആളാണ്. നസീഹത്താക്കർ, നസീഹത്താക്കർ, നല്ല ഉപദേശാക്കർ ആളിന് ആരും കാണില്ല. ഈ സൗന്ദര്യബകൾ പരിചയമില്ല ആദം നബി അലൈഹിസ്സലാം. അല്ല അതുള്ളും അല്ല നിങ്ങൾക്ക് പിടിയുണ്ടാക്കാം. നീ ഈ രായത്തെ ചെമ്മ യാര നിൽക്കില്ല സ്വർഗത്തിൽ. നിങ്ങളെ പിടിച്ചോ പുറത്താക്കുക. ನಾನು ಕೂಡ ಇಲ್ಲ ಈ ಸೌಂಡ್ಗೊಂತ ಏದು ಸೌಂಡ್ ಕೇಳಿ ಅಲ್ಲ ಒಂದಿಲ್ಲ യഹൂബന്നക്കും ശൈത്താനികളെ ചതിയിൽ ആക്കാണിക്കെട്ട് ആരെ വാഴ്ത കേട്ടെങ്കിലും ഇത്തരം മുട്ടയുള്ള അള്ളാഹുവിനെ വാഴ്തകളെ ഉപദേശങ്ങളെ മറക്കുതീരാനുള്ള ശബ്ദം ഇട്ടു. ആദം നബി അലൈഹിസ്സലാം കേട്ട് പിന്നെ കൊടുത്ത് പോവാണ്ടിരിക്കുന്നെങ്കിൽ എന്ത് വേണം? മനുഷ്യന് ആഗ്രഹമല്ലേ? നല്ലൊരു കിട്ടിയെങ്കിൽ, നല്ലൊരു പ്ലേസ് കിട്ടിയെങ്കിൽ, ചെമ്മനേറെ നിൽക്കുന്നത് നല്ല സാമാനം കിട്ടിയെങ്കിൽ, ഒരേ ജാഗയിൽ 5 കിലോ 5 വ്യത്യസ്ത ഐസ്ക്രീം ഉണ്ടെങ്കിൽ എല്ലാം തൊട്ട് നോക്കണ്ടേ? അല്ല, അങ്ങനല്ലേ മനുഷ്യന് ആഗ്രഹം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ അള്ള തെപ്പാട്ടി കൂടെ നിങ്ങൾ മസ്കനിൽ താമസിക്കുമെന്ന് ചൊന്നാൽ പിന്നെ ഈ ജാഗ ചമ്മ ടൈമിൽ നിങ്ങളെ കാക്കില്ല. ഈ ജാഗ നിങ്ങൾ പുറത്തു അറിയുക ഗുരുതിയുള്ള ഒരു ഉപദേശം. ഇത് പിശാചിന്റെ ആദം നബി അലൈഹിസ്സലാം പിടിയായി. അപ്പൊ കേട്ട് എങ്ങനെ അള്ളാഹു നിങ്ങളൊട്ടിಗೆ ഒരു മരത്തിനെ വിരോധിച്ചിട്ടാണ് ആ മരത്തിലെ ഫല തിന്നൂടെ ബാക്കിയാവുക. അതാ ഒരു ശരി അറബി ഭാഷ ഖിയാനത്ത്. ആ മരത്തിലെ ഫലം നിങ്ങൾ തിന്നെങ്കിൽ നിങ്ങൾ ഒമുൻകില്ലായപ്പോൾ നാശാവാത്ത രാജ്യാധികാര നിങ്ങൾ വേണ്ടേ? നാശാവാത്ത രാജ്യാധികാര സിംഹാസന ഈ സ്വർഗത്തിലുള്ളത് നിങ്ങൾക്ക് വേണ്ടേ? ഇത് വേണമെങ്കിൽ വേഗപൂർ പിഞ്ചേരി കൂട്ടി ഒന്ന് പോയിട്ട് അതിനെ ആസ്വദിക്കൂ. ഇതെവിടെ? ശൈത്താൻ നിങ്ങളെ ഫിത്ന ആക്കാനിക്കട്ട് ഏതുപോലെ കമ അഖ്റജ അബവൈക്കും മിനൽ ജന്നതി, സ്വർഗത്തിൽ നിങ്ങളെ അപ്പ ഉമ്മനെ ഭർത്താവ് കാരണമായതുപോലെ ഇസ്ലാം ഈ റൗണ്ടിൽ നിന്ന് നിങ്ങളെയും ഭർത്താവ് കാരണമായി പോകണ്ട. وقال الشيطان للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين.
വഖാല ശൈത്താനു ശൈത്താൻ ചെന്നുകൊണ്ടേ ഇക്കറ് ഞങ്ങൾക്ക് വിചാരിക്കില്ല ഞങ്ങളുടെ വർക്കമല്ല ഉസ്താദല്ല മാലിമല്ലേ നമ്മയിലല്ല ഖത്തീബല്ല കാളിയല്ലേ ഞങ്ങൾക്കൊന്നും ഉപദേശ നടക്കില്ല ഞങ്ങൾക്ക് ഇട്ടത് വഖാല ശൈത്താനു ലിൽ ഇൻസാനി ഒരു വിഭാഗമല്ല ഏതും ദുർബലരായ ഈമാനുള്ള മുസ്ലിമീങ്ങളല്ല ഇൻസാനിക്ക് ഇപ്പൊ ഇബ്ലീസ് ശൈത്താൻ ചൊന്നുകൊണ്ടേ നീ കാപ്പിലേറ്റ് പറഞ്ഞ മാറിയിട്ടിട്ട് അയ്യപ്പനെ പോകണ്ടല്ല കൗമ്യാസമായില്ല അങ്ങനെ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി ചൊന്നു ഞങ്ങളെ ഉണ്ട് അതായത് 800 വർഷത്തിന് മുന്നോട്ട് മുർത്തത്തായെങ്കിൽ അണ്ട് സുബൈക്ക് കാലിയാൽ ലെറ്റർ പോവും അവൻ്റെ പെഞ്ഞായിരം അപ്പരമുട്ട അവൻ്റെ പെഞ്ഞായിരം കെടുത്തണ്ട മുർത്തത്താവും ഒരു കാലം ഒരു ഇസ്ലാമിന് ഡ്രസ് ഇട്ട് മുർത്തത്തായി മനുഷ്യൻ ജീവിക്കും അണ്ടങ്ങനല്ല അണ്ട അവളുടെ അപ്പകം പോവും അവൻ്റെ അപ്പകം കല്ലാസവും അവൻ മുർത്തത്തിലെ പണിയെടുത്തില്ല അതുകൊണ്ട് എന്താക്കണം പെണ്ണുകെടുപ്പത്തില്ല മുസ്ലിം മുസ്ലിമത്തി എങ്ങനെ കിടക്കും വെട്ടുമാരം അയാൾ മുർത്തത്ത് കാലമട്ട പോട്ടെ പള്ളിയെ വരണം ജമാഅത്ത് വരണം ജുമാക്ക് വരണം എന്ത് നിയമം ഇസ്ലാമിക നിയമം അതായത് ഒരു കാലം വരും ഇതെല്ലാം ലാ യുബാലി ക്യാരസ് ചെറിയ മുഹൂർത്തം നല്ല ചട്ട നല്ല ജുപ്പ നല്ല തട്ട ബിലിസാണ് وقال الشيطان اكفر ശൈത്താൻ ചൊല്ലു ഉക്ഫുർ ആരൊക്കെ മനുഷ്യരൊക്കെ ഉക്ഫുറിനെ സത്യത്തെ നിഷേധിക്കും ഞാൻ ഒരാൾ കേൾക്കുന്നു ചങ്ങായി നീ ഞങ്ങളുടെ റബ്ബ് അള്ളാഹിനെ വിശ്വസിച്ച ഫലസ്തീനി എന്തോ കേൾക്കാൻ പോയിട്ട് വരാം മുസ്ലിമായ ഒരാളാണ് അത് കേൾക്കാൻ പള്ളി കേട്ടാണ് ഫലസ്തീനിക്ക് നിന്റെ റബ്ബ് പോയിട്ടില്ലെന്ന് ഞങ്ങളുടെ ഈ റബ്ബിനെ വിശ്വസിച്ചെന്ന് ഇതിപ്പോഴാണ് വിശ്വസം ഭാഷണം അങ്ങനെ ഇബ്ലീസ് സംശയം ഉണ്ടാകും പ്രസവിച്ച് കുഞ്ഞ് എന്ത് കുഞ്ഞ് ശിശു മാസമായ ഇന്നോസെന്റ് കുഞ്ഞ് ആ കുഞ്ഞ് ക്യാൻസർ ആ കുഞ്ഞ് കണ്ണില്ല അപ്പൊ യുക്തിവാദം സ്റ്റാർട്ടാക്കാം ദൈവത്തിൽ ദയ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ മേൽ ദയ കാണിക്കാത്ത കേൾക്കുന്നുണ്ടല്ല അവിടെ ബോബുണ്ട് അതിൽ മരിക്കുന്ന അയാൾ നിൽക്കുമ്പോൾ 3 വർഷത്തേക്ക് ആക്സിഡൻറ്റ് അപ്പോൾ അവർ മരിപ്പെട്ടത് ഇങ്ങനെ അള്ളാഹുവിന്റെ മേലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ നശിപ്പിക്കും വഖാല ശൈത്താൻ ലിൽ ഇൻസാനി ഉക്ഫു ചന്തു ഫലമ്മാ കഫറ ഈ വാഴ കേട്ടായോ കാഫിർ കറക്റ്റ് 100 കാഫിറായെങ്കിൽ അവന്റെ ഉപദേശം കാല ഇന്നി ബരിയും മിങ്ക് ഞാൻ നിന്നിട്ട് ഇനി ഇല്ലേ ഇല്ല അറിവിലിസ് കാരണം ഈ കുഫ്ർ എന്നുള്ളത് നരകം നക്കും ചിലപ്പോൾ നരകം കിട്ടും പക്ഷെ നിന്റെ ഇപ്പനി ജോഡി ഞാനല്ല നിന്റെ ഈ പണിയാക്കുവേ ഞാൻ കൽപ്പിക്കപ്പെട്ടു ഞാൻ ചൊല്ലുന്നുണ്ട് ഇത് ഒരു ഭാഗത്ത് നിരക്കരയിൽ ഭയങ്കരമായ വാദകളും ഉപദേശങ്ങളും മറുഭാഗത്ത് നിരക്കരയിൽ വാഴും ഉപദേശത്തോടു കൂടെ പിണക്കവും അതെവിടുത്തെ വേണ്ട നിരക്കരകൾ പകൽ പറഞ്ഞ ഉപദേശം എന്തിന് അള്ളാഹ് റസൂല ചൊല്ലുന്നു മാസാല ജിബ്രീൽ യൂസിനി ജിബ്രീൽ നക്ക് നിരക്കുന്ന പകൽ ചൊല്ലുമ്പോൾ ഇന്നി വനന്തു നാ വിചാരിച്ചു പോലെ സൈ വർഷുഹു ഞങ്ങളെ അബ്ബരെ അത് ഞങ്ങളെ അഹലുകാരെ സ്വത്തു നിരക്കുന്നവണ് കൊടുക്കേണ്ടി വരുമോ അത്ര മാത്രം അത് മാത്രമല്ല ലാ യദ്ഖുൽ ജന്നത ലാ യദ്ഖുൽ ജന്ന സ്വർഗ്ഗത്തിൽ കടക്കേ 3 വട്ടം ചൊല്ലുമ്പോൾ ഖീല മൻ യാ റസൂലല്ലാഹ് ആര് നബിയെ അത് ആരത് സ്വർഗ്ഗത്തിൽ കടക്കാത്ത ആളുകൾ നബി എന്തു മൻ ലാ യൗമുൽ ജാറുഹു ബവായിഖ നിരക്കറിഞ്ഞാൽ ഉപദ്രവാക്കിനെ തൊട്ടു അവൻ ಜಾಗೃತ ಅಕ್ರಮೇ ಇಲ್ಲ ನಾನು ನಂದೌತು ನಂದ ಮ್ಯೂಸಿಕ್ ಸೆಟ್ ನಂದ ರೇಡಿಯೋ ನಂದ ಲೌಡ್ ಸ್ಪೀಕರ್
നന്റെ പൈസ, നന്റെ അര, നന്റെ അഴ, അവൻ പറഞ്ഞിട്ട് പറഞ്ഞാടിക്കട്ടെ എന്നുള്ള അഹങ്കാര ബോധ അതൊക്കെ പിശാച്. ഒരാൾ ഗസലിനോട് കേട്ടു എല്ലാവരും സോപ്പായിട്ട് ശൈത്താൻ്റെ ആറ് സോപ്പായിട്ട് എല്ലാവരെയും മനസ്സിനെ വിശ്വാസാക്കിയ ശൈത്താൻ എങ്കിൽ ശൈത്താന്റെ ആരെങ്കിലും വിശ്വാസാക്കിയ അതക്കപ്പോ അഹങ്കാര എന്നുള്ളത് ശൈത്താനേക്കാൾ ഉപരി എന്നത് അന ഖൈറും മിൻഹു ഖലഖതഹു മിൻ നാരിൻ വഖലഖതുഹു മിൻ തീൻ ഖലഖതഹു മിൻ തീൻ ഖലഖതുഹു മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ നന്റെ ഉണ്ടാക്കിയ തീയിൽ സയന്റിഫിക്കൽ എന്നോടെ തീ ഇങ്ങനെ മേല് പോടും മണ്ണ് ഉള്ളോട് ബാക്കിയാവും. ഞങ്ങൾ പോയിരുന്ന ഹൈറും മിൻഹു ഞാൻ ആദമിനേക്കാൾ ഹൈറ് ഒരിക്കലും അവന്റെ കാലിടുന്ന സുജൂദ് ചെയ്യില്ല. അഹങ്കാരമേ ഇബ്ലീസ്. ഇബ്ലീസ് മൻ ഇസ്തക്ബറ വഹുവ മുശ്രിക്. ആരഹങ്കരിച്ചതാ അത് അള്ളാഹു ചൊല്ലാത്തൊരു പാട്ടുണ്ടാക്കിയെങ്കിൽ അവൻ മുശ്രിക്. വ്യത്യസ്തമായ രീതിയിൽ ഇസ്തിക്ബാർ ഇബ്ലീസിനെ അവിടെ പരാജയപ്പെട്ടു. ഇന്തു അങ്ങനെ അഹങ്കാരം പല നിരക്കും വന്നു. നിരക്കരയിൽ അടിയോടടി ഒരു കാലത്തുള്ള തിരപ്പില്ല വിദ്യാഭ്യാസ, സ്കൂളു, മദ്രസ, നല്ല ഉസ്താദുമാരെ വാഴ്, നല്ല ഉപദേശ പലതും വന്നു. പക്ഷേ ഇന്ദു ചതി, ഹസദ്, പൊട്ടുകിച്ച് മത്സര. ഞാൻ സുബൈ ക്ലാസ്സിൽ വായിച്ച ഇനി ഒരു ധാർമി ഹദീസ് ഹദീസ് ബുഖാരിയെ പോലത്തെ ഒരാൾ ബുഖാരത്തിന് ശ്രേഷ്ഠ വലിയ ദർജല്ലെങ്കിലും ധാർമി വലിയ ഹദീസ് പണ്ഡിതൻ, അയാൾ ഒരു ഹദീസിന് കൂടി എന്തെങ്കിലും വിഷയത്തിൽ നിരക്കുന്ന ആളെ പക്ഷെ ഇതെല്ലാം എടുക്കാറ് അഹങ്കാരം ഉണ്ടാകുമ്പോൾ എടുക്കാം. അത് ശരിയെ എന്തും പണിയോ പോകേണ്ടവരെല്ലാം ഒട്ടിലേക്ക് ചോറിന് പോട്ട് റെഡിയാണ്. അത് വിട്ടുകൊണ്ട് പൈശാചികമായ ചിന്തനകൾ ഉണ്ടായിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഫ്തിനന്നകുമു ശൈത്വാനു കമാ അഖറജ അബവൈകും മിൻ ജന്ന. സ്വർഗത്തിലെ തൊട്ട് നിങ്ങളെ ഉമ്മപ്പനെ പുറത്താക്കിയ പോലത്തൊരു ഫിത്ന നിങ്ങളുടെ കൂടെ ഉണ്ടാവണ്ട. അത് ഉണ്ടാക്കും വലിയ വിഷയമല്ല. ഒരാൾ ഇസ്ലാം പുറത്താക്കാൻ നമ്മൾ ചെറിയ വിഷയം. പിന്നെ അവിടെ മര്യാദ എന്നുള്ള വസ്ത്രത്തെ ആ ഊരിക്കല്ലും. ഇസ്സത്തുള്ള മനുഷ്യൻ ഒരു ഇസ്സത്തുണ്ട്. തീരെ ഇസ്സത്തില്ലാത്ത, തീരെ മര്യാദ ഇല്ലാത്ത, തീരെ എന്തും ചെറുത്തില്ലാത്ത ഒരാൾ ഇത്രയും നല്ല ഡ്രസ് ഇട്ടെങ്കിലും അയാളുടെ ഡ്രസ് കാണാൻ നോക്കും. നല്ല ഇസ്സത്തും മാനവ സമൂഹത്തിൽ നല്ല മനുഷ്യനാക്കുമ്പോ അയാളുടെ ചട്ട, തുണി എല്ലാത്തിനും വാല്യൂ ഉണ്ട്. അതേ എന്തുമില്ലാത്ത ഒരാളാകുമ്പോൾ ആ ഡ്രസ്സിൽ അയാളെ ഇസ്സത്തുള്ള ആ ഡ്രസ്സുകളെ മാറ്റി മാറ്റി. ആദം നബി അലൈഹിസ്സലാമൊന്നും സംഭവിച്ചത്. പക്ഷെ ആദം നബി ആയതുകൊണ്ടോ നബിയാവ പോണ്ട ആയതുകൊണ്ടോ ഇസ്സത്തുകളെ അവ വശമാക്കിയ അയാൾ ചെന്ന് പോയിട്ട് എനിക്ക് മേലിൽ ഡ്രസ് ഉണ്ടായില്ലേ പിടിയാവുള്ളേ കൂട്ടു പോകും. സ്വർഗത്തിൽ എന്നെ ഹറാം കഴിഞ്ഞാൽ ലാ യതകബ്ബറു മൻ യഫ്അലുൽ ഹറാം. ഹറാം പ്രവർത്തിച്ച ആൾക്ക് കൂടെ തകബ്ബുറായ മസ്കനല്ല സ്വർഗമോ. ആ ചൊല്ലിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിപ്പിച്ച. ഇതുപോലെ മനുഷ്യൻ ജീവനത്തെ അല്ലാഹു ചൊല്ലും. ചരിത്രം വായിക്കാൻ വേണ്ടിയല്ല ഖുർആൻ ചൊല്ലുന്നത്. അതോടുകൂടി നാം കുറെ പാഠ പഠിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ അല്ലാഹു ലിയുരിയഹുമാ സൗആതുഹുമാ, സ്വന്തം മര്യാദ കേടുകളെ പിന്നെ ഒരാൾ മനസ്സിലാക്കും പോലെയും അനുഭവിച്ചു വെച്ചു. ഇത്ര വലിയ ജാഗ്രത അല്ലാഹു സുബ്ഹാനഹു വ തആല വർത്താക്ക. പിന്നെ പറയുന്നത് ഇന്നഹു യറാകും ഹുവ വ ഖബീലു. ഇബ്ലീസ് ഒരാളല്ല. ഇബ്ലീസിന് പിന്നായി മക്കളും മഹലും അവന്റെ വിങ് വലിയ ഒരു ഖബീലു, അവന്റെ വലിയ ആത്മാക്കൾ. من حيث لا ترونهم يراكم هو وقبيله من حيث لا ترونهم. അവനും അവന്റെ കുടുംബവും അവന്റെ സൈന്യവും നിങ്ങളെ കണ്ടുകൊണ്ടേ ഉണ്ടു.
നിങ്ങൾക്ക് കാണാൻ തീരാത്ത ജാഗയിൽ എങ്ങനെയാണ് സപ്പോർട്ട്? നല്ല വയസ്സും നല്ല ഊറും ഒരു പെണ്ണോട് ചങ്ങാതിപ്പാടുണ്ടാക്കിയ മുസ്ലിമേ എല്ലാം പങ്ക പറഞ്ഞ വിഷയം അപ്പൊ കിട്ടും ബേജാറാവും. അത്ര ആക്കിക്കൊണ്ടു. പിന്നെ വേറെന്തുണ്ടോ അതുണ്ടാക്കില്ല. ഒരാൾ കേട്ടത് സൂറത്ത് യാസീനില് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പറ്റ പഠിപ്പാട്ടിലാണ് നസ് അങ്ങനെ വന്നിട്ട് തഫ്സീറല്ല. അള്ളാഹ് റസൂലുള്ളാഹിക്ക് പറ്റ ഖവാലി ഗസൽ ഇന്നലെ ഓർമ്മത്തിലെ ബോർഡ് ബുർദ മജ്ലിസ് നല്ലത്. ബുർദ അത് നബിയെ മത് കീഴ് കവാലി നൈറ്റ് இந்த ബുർദ വേണ്ട ഒരു മഹിളാകുമാറായിട്ട് സ്റ്റുഡൻസുകളെ പോലെ നൈറ്റ് നിശാ ക്ലബ്. ഇത് ഒരു മഹിള ഒരു പള്ളിക്ക് വേണ്ടിയുള്ള ആഘോഷം. പള്ളിക്ക് വേണ്ട ചിന്ത മനസ്സിലാക്കുക. നൈറ്റ് എന്ത് നൈറ്റ്? ഗസൽ നൈറ്റ്. ഗസൽ ചൊല്ലുന്നത് ഒരു പെണ്ണോട് ആണുക്കുള്ളിലെ ആ മുഹബത്ത് പ്രകടിപ്പിക്കൽ. وما علمناه الشعر وما ينبغي له ما علمناه الشعر. സൂറത്ത് യാസീൻ ഞങ്ങൾ നബി തങ്ങൾക്ക് പാട്ട് പഠിപ്പാട്ടില്ല. അങ്ങനെ അറബി ഭാഷയിൽ അല്ലംന ടീച്ചിങ് കലിച്ചു കൊടുക്കും. മാ അല്ലംനാഹു الشعر وما ينبغي له. നബിക്കത് ഭൂഷണമല്ല, നബിക്ക് യോജിച്ച പണിയല്ല പാടുന്നത്. അതേ ജാഗയിൽ കുറെ പാട്ടുകാരെ വിഷയമുള്ള ഹദീസിനെ കാണാം. ഹസ്സാൻ ബിൻ സാബിത്ത് വലിയ പാടിയാണ്. അള്ളാഹ് റസൂൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു മിമ്പർ സ്ഥാപിച്ചത് അവിടെ ജാലിൽ. അള്ളാഹ് റസൂൽ സിദ്ദീഖുൽ അക്ബറിന് എതിരിൽ എന്തോ ഒരു കണ്ട പാടുമ്പോ ആ പാട്ട് തപ്പിച്ചു. അപ്പൊ സിദ്ദീഖ് യാ റസൂലല്ലാഹ്, അള്ളാഹ് ചെന്നത് നേരത്തെ നീ എങ്ങനെ പാടും ചെയ്തു? പാടുന്നു. പാട്ട് കച്ചേരികൾ ലോകത്തേക്ക് വരും. പാട്ട് കച്ചേരികൾ വരും. 6 മണി ബാർസലോണും തബ്ലകളും പലതും ഉണ്ടാവും. ഖുർആൻ എത്ര സ്ഥാനം നിങ്ങൾ കാണാം. ഞാൻ കാസർഗോഡ് ഏതൊരു പാട്ടുകാർ വരുമ്പോൾ ഞങ്ങളെ പെണ്ണിങ്ങ കണക്കില്ലാത്ത പെണ്ണിയെ പോളിഷ് അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വേണ്ടി എല്ലാ ബുർക്കധാരികൾ എന്തിക്ക് വരണം? ഏതോ ഒരു മുസ്ലിമിക്ക് പാട വേണ്ടി വന്ന് ഓൾ എന്തിക്ക് വർത്താവണം? ആ നോക്കണി നോക്കല്ലേ? എൻ്റെ ഉള്ളം കയ്യിലല്ലേ ലോകം ഉള്ളേ തിരിച്ച് നോക്കാം. പക്ഷെ പെണ്ണുങ്ങളെല്ലാം വർത്തరు వాళ్ళకో ഒരു ദിക്ർ സലാത്തിയല്ല ചാലാക്കി കൊടുത്തൊരു പോലു 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 അവിടെ ദിക്രെ ഉഴശേക്ക് അവിടെ ദിക്രെ ഉഴശേക്ക് എന്ത് ദിക്രെ എന്ത് ശേഖരം പഠിപ്പാട്ടില്ല. ആ മോശങ്ങൾ വന്ന് പോലീസ് അടിച്ച് വല്ലകി ചലങ്ങ പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പാട്ട് കച്ചേരികൾ ലോകത്തുണ്ടോ? ഇമാം ബുഖാരി ഹദീസിൽ ആ പദ്യ പാടി അശ്ലീല പദ്യ ആരത്തുകൾ മിസ്റ്റർ അശ്ലീല പദ്യങ്ങളെ പാടി മനുഷ്യരിന് നിങ്ങൾക്ക് വിളിക്കൂ. കാസർഗോഡ് ഒരു ബടിതങ്ങാനുണ്ട്, യഹിയ തങ്കൽ ബടിതങ്കൽ. അയാൾ ഇയാൾ ഫാൻ ആര് CM അബൂബക്കർ മുസ്ലിയാരെ ബെമ്പലി. അയാൾ പറഞ്ഞിട്ടുണ്ട് പ്രേം നസീർ സ്വർഗത്തിലാണ്, മുഹമ്മദ് റഫീ സ്വർഗത്തിലാണ്. ഞാൻ 6 മണി ബാസിറ്റെ കാലഘടിക്കും ആരോടോ ഹറാമെന്ന് പറയുന്നത് അത് ഇബ്ലീസ്. പക്ഷെ അയാൾ പച്ച ഒരു വിരോധം. പിന്നൊരാൾ പാടി 313 ബദരിങ്ങൾക്കും CM മയ്യാവും. അതും വിരോധമുണ്ട്. മുസ്തദ്ദിയത്ത് സമസ്ത മേല മുസ്തദ് ഇയാൾ പകടികെട്ട് ശരിയൊരു ചോട്ട മേല 313 ബദരിങ്ങൾക്കും ഞാൻ ഒറ്റക്ക് മതിയെന്ന് CM ശ്രദ്ധിക്കണം. അതിനൊരു ആലിം ദൈവത്തിലൂടെ വെല്ലൂർ പഠിച്ച ഇത് എവിടുത്തെ വേണ്ടത് കേട്ടെങ്കിൽ ഇത് നബി അലൈഹി ഇസ്ലാമിനെ പുറത്താക്കുന്ന കാരണമായ പിശാചിൽ ഇതുപോലത്തെ പലരും. അപ്പൊ ഞങ്ങൾ എന്താ തോന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭയ കേൾക്കുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് യാര ഓതിക്കൊണ്ടേയിരിക്കണം. ഓതും? മുഹമ്മദ് നബിക്ക് സിഹീദിനെ ബാത്തിലാക്കാൻ വേണ്ടി വന്ന 2 സൂറകളുണ്ട്. അതുകൊണ്ട് ജാഗ്രത ഖുർആന്റെ മുന്തിക്കണം,
പദ്യവാലികളെ പദ്യപുസ്തകത്തെ സെക്കൻഡ് ആക്കും. എൻ്റെ ആവശ്യമുള്ള പദ്യങ്ങൾ അത് അശ്ലീലല്ലെങ്കിൽ ഞാൻ ചൊന്നുമ്പോണ്ടേ അയൽവക്കത്തി ഫിത്ന പറയും കാരണ ശീത പല ജാതി ചിന്തകളുണ്ടാകും. പല ജാതി പെണ്ണുമാണ് പിശാച്ച് പിടികൊണ്ടാണ് ഫസ്റ്റ് പെണ്ണ് ഗസലിമാക്കല് പിശാച്ചിലെ വലിയ ജാല വലിയ ഫല അത് പെണ്ണുങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ കുറ്റക്കേടും മോശങ്ങളും നിരക്കങ്ങളും ഉണ്ടാവുന്ന പറച്ചലും പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ആ ഇസ്സത്തോടു കൂടി ജീവിച്ച് ഇസ്സത്തോടു കൂടി പ്രവാചകരെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഉപദേശിച്ച പോലെ ജീവിച്ച് മരിക്കുന്ന നല്ല മനുഷ്യരെ എൻ്റെയും ഞങ്ങളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم اغفر خلفائه الراشدين سيدنا أبي بكر وعمر وعثمان وعلي رضي الله تعالى عنهم ورضوا عن ذلك لمن خشي ربه وعن سائر الصحابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. وأقول قولي هذا وأستغفر الله العظيم لي ولكم واستغفر لي وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور